രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് ലീഗ് അണികൾ അടക്കമുള്ള പലരും ആരോപിക്കുന്നത് ഇത് CPM കെട്ടിച്ചമച്ച ഒരു കേസാണെന്നാണ്. കേരളത്തിലെ CPMകാരോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ അല്ല ഈ കേസിന്റെ പിന്നിലെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യവുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൽ തന്നെ ശത്രുക്കൾ ഒട്ടേറെയാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാകാൻ വ്യാജ ID കാർഡുകൾ ഇറക്കിയപ്പോൾ അതിൽ സ്ഥാനം നഷ്ടപ്പെട്ട ചെറുപ്പക്കാർ കുറെ പേരുണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ നിന്നും ഷാഫിയുടെ കരുത്തിൽ കോൺഗ്രസ് കോട്ട കെട്ടിയ പാലക്കാട്ടേക്ക് രാഹുൽ എത്തിയപ്പോഴും അവിടെ അവസരം നഷ്ടമായവരും ഉണ്ടായിരുന്നു. ഇനി കോൺഗ്രസ് അടുത്ത തവണ അധികാരത്തിലേക്ക് എത്തിയാൽ ആഭ്യന്തരമന്ത്രി ആകുമെന്നുവരെ രാഹുൽ ഫാൻസ് കൊട്ടിഘോഷിച്ചിരുന്നു. അതിലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട സീനിയർ നേതാക്കളും ഈ കോൺഗ്രസിലുണ്ടായിരുന്നു. രാഹുലിന്റെ ഈ കുൽസിത പ്രവർത്തികൾ എതിരാളികളായ CPMനും BJPക്കും ഒക്കെ അറിയാമായിരുന്നു. കോൺഗ്രസിലെ പലർക്കും അതൊക്കെ അറിയാമായിരുന്നു. എന്നാൽ പല പ്രമുഖ നേതാക്കളുടെയും അഭിമാനം തകരാതെ ഇരിക്കാൻ തന്നെയാകും അതൊന്നും ആരും അന്ന് പുറത്തുവിടാതിരുന്നത്. അവസരം കിട്ടുമ്പോൾ അടിക്കാൻ കാത്തിരിക്കുകയായിരുന്നു അവരെല്ലാം. അങ്ങനെയുള്ള ഒരു അവസരമാണിപ്പോൾ വന്നു വീണത്. ആ പണി രാഹുലിന് കിട്ടിയത് പാലക്കാടോ തൃശ്ശൂരോ നിന്നാവില്ല. അത് എറണാകുളത്ത് നിന്ന് തന്നെയാണ് ആദ്യ വെടി പൊട്ടിച്ചത്. പിന്നീട് അത് ആളിപ്പടരുകയും ചെയ്തു. ഇതിലും കൊടികെട്ടിയ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ വീണിട്ടുണ്ട്. ഐക്യകേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, AICC അംഗം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം, ലോക്സഭാ അംഗം തുടങ്ങിയ പദവികൾ വഹിച്ച PT ചാക്കോ കാൽ നൂറ്റാണ്ട് കാലത്തോളം കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നേതാവാണ്. കേരള രാഷ്ട്രീയത്തിലെ ഒരു വൻമരമായിരുന്ന PT ചാക്കോ ഒരിക്കൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ തെരഞ്ഞെടുപ്പിൽ പഴയ മീനച്ചിൽ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാംഗമായ PT ചാക്കോ ഒരു വർഷത്തിന് ശേഷം ആ അംഗത്വം രാജിവെക്കുകയായിരുന്നു. അന്ന് 1,00,000-ലധികം വോട്ടിനെ ഭൂരിപക്ഷത്തിലായിരുന്നു PT ചാക്കോയുടെ വിജയം. തിരുവിതാംകൂർ നിയമസഭയിലും തിരുക്കൊച്ചി നിയമസഭയിലും അംഗമായിരുന്ന ചാക്കോ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് ഉയരുമെന്നാണ് എല്ലാവരും അന്ന് കണക്കുകൂട്ടിയത്. എന്നാൽ ലോക്സഭയിൽ നിന്ന് രാജിവെച്ചതിൽ പിന്നെ PT ചാക്കോ പൂർണ്ണമായും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ആദ്യത്തെ ഐക്യകേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി, പട്ടത്തിന്റെയും R ശങ്കറിന്റെയും മന്ത്രിസഭയിൽ ആഭ്യന്തരവും റവന്യൂ വകുപ്പും കൈകാര്യം ചെയ്ത മന്ത്രിയുമായി. എന്നാൽ ഔദ്യോഗിക വാഹനത്തിൽ ഒരിക്കലൊരു സ്ത്രീയെ കണ്ടുവന്ന പ്രശ്നത്തിൽ ആരോപണവും പ്രചരണവും രൂക്ഷമായതോടെ മന്ത്രിസ്ഥാനം രാജിവെച്ച് ചാക്കോ വീണ്ടും അഭിഭാഷകനായി. എങ്കിലും അകാലത്തിൽ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. PT ചാക്കോയെ ലൈംഗിക അപവാദത്തിന്റെ പേരിൽ രാജിവെപ്പിച്ചത് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ല. PT ചാക്കോ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള നിയമസഭയിൽ സത്യാഗ്രഹം ഇരുന്നത് കോൺഗ്രസ് മെമ്പർ പ്രഹ്ലാദൻ ഗോപാലനാണ്. ചാരക്കേസിൽ K കരുണാകരനെ താഴെയിറക്കിയത് ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരിയായിരുന്ന ചെറിയാൻ ഫിലിപ്പായിരുന്നില്ലേ? കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കോഴിക്കോട് ഐസ്ക്രീം കേസിലെ ഇര വെളിപ്പെടുത്തൽ നടത്തിയത് CPMന്റെ ചാനലായ കൈർലി ചാനലിലൂടെയല്ല, അത് CH മുഹമ്മദ് കോയുടെ മകൻ MK മുനീറിന്റെ ഇന്ത്യ വിഷൻ ചാനലിലൂടെയാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസിൽ ആദ്യത്തെ കേസ് കൊടുത്ത് പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാവായ ശ്രീധരൻ നായരായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകളുടെ ഭർത്താവും അവരുടെ കുടുംബക്കാരും തിരുവനന്തപുരത്ത് ഒരു പത്രസമ്മേളനം നടത്തി ഉമ്മൻചാണ്ടിക്കും കുടുംബത്തിനും എതിരെ രൂക്ഷമായ ആക്ഷേപങ്ങൾ നിരത്തിയിരുന്നു. ആ വാർത്ത നൽകാൻ കൈരളിയോ ദേശാഭിമാനിയോ തയ്യാറായില്ല. അങ്ങനെ പല കാര്യങ്ങളും തന്നെ ഉപദ്രവിക്കാൻ അവസരം കിട്ടിയിട്ടും പിണറായി അത് ചെയ്തില്ല എന്ന് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിൽ തന്നെ പറയുന്നുമുണ്ട്. അതുകൊണ്ട് രാഹുലിനെ തലയിലേറ്റി നടക്കുന്ന ലീഗുകാരും കോൺഗ്രസ്സുകാരും ഒന്നുകൂടി ആലോചിച്ച് നോക്കിയിട്ട് പറയണം, രാഹുലിനെ വീഴ്ത്തിയത് CPM ആണോ അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെയാണോ എന്നത്.